ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ശ്രുതിക്ക് ഇനിയിപ്പോൾ മറ്റൊരു മാർഗവുമില്ല, മലേഷ്യയിൽ നിന്ന് മാമനെങ്കിലും കൊണ്ടുവരണം. അപ്പോൾ ഒരു ആക്ടറിനെ പോയി കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ ഡ്രാമ കളിക്കാൻ വേണ്ടിയിട്ട് വരാനുള്ള പദ്ധതിയൊക്കെ മീരയുമായിട്ട് ചേർന്നിട്ട് ശ്രുതി പ്ലാൻ ചെയ്യുന്ന രംഗം വരെയായിരുന്നു. അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ നോക്കാം. ആ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമൻ്റായിട്ടും കൊടുക്കാം കേട്ടോ. രേവതി നേരെ വീട്ടിലേക്കാണ് കേട്ടോ വരുന്നത്. വന്ന ഉടനെ തന്നെ അമ്മ ചോദിക്കുന്നുണ്ട്, എടി ഞാനിപ്പോൾ അവിടെ നിന്ന് വന്നതല്ലേ ഉള്ളൂ, നീ എന്തിനാ എൻ്റെ പുറകെ തന്നെ ഇങ്ങോട്ട് വന്നത്? ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അധികം വൈകാതെ ഇവിടെ തന്നെ വന്നിരിക്കേണ്ടി വരും അമ്മേ. എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ലക്ഷ്മി. അമ്മ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കില്ലേ? എന്തിനാണ് അമ്മ താലം വെക്കാൻ അത് വെക്കാന്ന് പറഞ്ഞിട്ട് വീട്ടിലോട്ട് വന്നത്? എടി ഇതൊക്കെ വഴക്കം പോലെ ചെയ്യേണ്ടതല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മയുടെ അടുത്ത് ഞാൻ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ഇതെല്ലാം നിന്നോട് ചോദിച്ചിട്ട് വേണോടി ചെയ്യാൻ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇപ്പോൾ അമ്മയല്ലേ വന്നിട്ട് അപമാനപ്പെട്ട് നിൽക്കുന്നത്? ദേവു, നിനക്കെങ്കിലും അമ്മയുടെ അടുത്ത് പറഞ്ഞൂടായിരുന്നോ? എന്തിനാ അമ്മയെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ചേച്ചി, അമ്മ എന്താ ചെറിയ കുട്ടിയാണോ? പൗഡറൊക്കെ പൂശിയിട്ട് കണ്ണെഴുതിയിട്ട് പൊട്ട് തൊട്ടിട്ട് സ്കൂളിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്രയോ അമ്മയുടെ അടുത്ത് പറഞ്ഞു പോകരുത് എന്നുള്ള കാര്യം, പക്ഷേ അമ്മ കേട്ടില്ല. അമ്മയ്ക്ക് എന്തിനാ ഇങ്ങനൊരു ആഗ്രഹം? 4 പേരുടെ മുമ്പിൽ അപമാനപ്പെട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്? എടി ഞാൻ എവിടെയാടി അപമാനപ്പെട്ടത്? രവിയേട്ടൻ എൻ്റെ അടുത്ത് നല്ല പോലെ സംസാരിച്ചില്ലേ? അച്ഛനുള്ളത് കൊണ്ട് മാത്രമാണ് അമ്മ അത്രയും പറഞ്ഞു നിർത്തിയത്. അച്ഛനും ശശിയേട്ടനും ഇല്ലായിരുന്നെങ്കിൽ അമ്മയുടെ അവസ്ഥ എന്താന്നുള്ള കാര്യം അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അമ്മ വരുന്നതിന് മുമ്പ് എന്നെ ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കേണ്ടതായിരുന്നു. രേവതി പെണ്ണിനെ കല്യാണം കഴിച്ച് കൊടുത്തു എന്ന് കരുതിയിട്ട് ഒരിക്കലും അച്ഛനമ്മമാരുടെ കടമ ഇല്ലാതാവില്ല. മോറെ പോലെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമല്ലേ നിനക്ക് ആ വീട്ടിലൊരു മര്യാദ കിട്ടുള്ളൂ. അത് അമ്മയും കണ്ടതല്ലേ എനിക്ക് എന്ത് മര്യാദ അവിടെ ഉള്ളതെന്നുള്ള കാര്യം. അതും വർഷയുടെ അമ്മ വന്ന അതേ സമയം നോക്കിയിട്ട് അമ്മ അങ്ങോട്ടേക്ക് വന്നു. അവര് വരുന്നുള്ള കാര്യം എനിക്ക് എങ്ങനെ അറിയുന്നത്? ഇതിപ്പോ അതുകൊണ്ടിപ്പോ എന്താ സംഭവിച്ചത്? എന്താണെന്നോ അവരുടെ മകൾക്ക് വേണ്ടിയിട്ട് അവർ ചെയ്തത് എന്തൊക്കെയാന്ന് അമ്മയും കണ്ടതല്ലേ. അത് അവരുടെ കഴിവിനനുസരിച്ചിട്ട് അവ ചെയ്തു, നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു. അമ്മ എന്താ കൂടുതലായിട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമല്ല ഞാൻ ചോദിച്ചത്. അമ്മ അങ്ങോട്ട് വരാൻ വേണ്ടി പാടില്ലായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അമ്മ ഇങ്ങനെ അപമാനപ്പെടുന്നത് കണ്ടിട്ട് എനിക്ക് ചുമ്മാ ഇരിക്കാൻ വേണ്ടി പറ്റില്ല. കാശുള്ള ഒരു ചേച്ചി അങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷെ അമ്മയെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? അത് നിങ്ങളുടെ അമ്മയമ്മയ്ക്ക് ഒരിക്കലും കണ്ണിൽ കാണില്ല. അമ്മ എന്താ ഇന്ന് ആദ്യമായിട്ടാണോ അവരെ കാണുന്നത്? മനുഷ്യന്റെ മനസ്സ് നോക്കിയിട്ട് ഒരിക്കലും മര്യാദ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അറിയില്ല. അവർക്ക് കയ്യിൽ എത്ര പണമുണ്ട് അത് നോക്കിയിട്ടാണ് അവരുടെ മര്യാദ അവർ തീരുമാനിക്കുന്നത്. അവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ടും അമ്മ എന്തിനാ അങ്ങോട്ടേക്ക് വന്നത്? എനിക്ക് അമ്മ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ വരരുതെന്ന് പറയായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഫോൺ ചെയ്യാണ്ടിരുന്നത് എന്നുള്ള കാര്യം ലക്ഷ്മി തിരിച്ചു പറയുകയാണേ. ഇഷ്ടപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ട് ഒന്നും ചെയ്യണ്ടെന്ന് പറയും. എന്നാ എനിക്ക് അങ്ങനെ വിടാൻ വേണ്ടി പറ്റുമോ? ഞാൻ അവിടെ വന്നു കഴിഞ്ഞ് നിന്റെ അമ്മയമ്മ അങ്ങനെയൊക്കെ പറയുന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാനാ, ഒരു പെണ്ണിന്റെ അമ്മയല്ലേ ഞാന്. അതുകൊണ്ട് തന്നെ അമ്മ മോക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം സഹിച്ചേ പറ്റൂ. ഇതെന്തൊരു കഷ്ടമേ, പെൺകുട്ടിയെ ഉണ്ടാക്കിയെന്ന് കരുതിയിട്ട് അപമാനപ്പെടണോ എന്ന് ദേവ് ചോദിക്കുന്ന സമയത്ത് ലക്ഷ്മി പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ പെൺകുട്ടികളെ പ്രസവിച്ച അമ്മമാർക്ക് ഇതാണ് അവസ്ഥ. പെണ്ണിന്റെ ജീവിതം സുരക്ഷിതമായിരിക്കണമെന്ന് കരുതിയിട്ട് എല്ലാം കേട്ടും സഹിച്ചു നടക്കണം. അപ്പോഴേക്ക് ശരത്ത് വരുന്നുണ്ട് കേട്ടോ. ചേച്ചി എപ്പോഴാ വന്നെന്ന് ചോദിച്ചിട്ടുണ്ട്. ആടെ ശരത്ത്, ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ, നീ എവിടെ ചുറ്റിട്ട് വരിക എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞില്ല ചേച്ചി, പാർട്ട് ടൈം ജോലിക്ക് പോകുന്നുണ്ടെന്ന്. ശരത്തെ, നീയെങ്കിലും അമ്മയുടെ അടുത്ത് പറയണ്ടേ എന്റെ വീട്ടിലേക്ക് വരണ്ട എന്നുള്ള കാര്യം. ചേച്ചി, അമ്മ വീട്ടിലേക്ക് വന്ന കാര്യം എനിക്ക് അറിയത്ത് പോലുമില്ലായിരുന്നു. ദേവു പറഞ്ഞിട്ടാണ് ഞാൻ ആ കാര്യം അറിഞ്ഞത്. എനിക്കറിയായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അമ്മയെ അങ്ങോട്ട് വിടില്ലായിരുന്നു. ഒരു താലം പോലും ഞാൻ അങ്ങോട്ട് കൊടുത്തു വിടത്തുമില്ലായിരുന്നു. അതൊക്കെ ഇരിക്കട്ടെ, പുതിയ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് എത്ര തട്ട് കൊണ്ടുവന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ദേവു പറയുന്നുണ്ട് 11 തട്ട്. എനിക്ക് അത് മുമ്പേ അറിയുമായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും 10 തട്ടും കൂടി അമ്മയുടെ കൂടെ കൊടുത്തു വിടായിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ, എങ്ങനെ കൊടുക്കാനാടാ? പ്ലാസ്റ്റിക് കടയിൽ നിന്ന് പ്ലാസ്റ്റിക് മേടിച്ചു കൊടുക്കാനാണോ? എന്താ കളിയാക്കാണോ എന്നുള്ള കാര്യം ദേവുവിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ, പിന്നെ എന്താടാ വെറും തട്ട് കൊണ്ടേ കൊടുക്കാൻ പറ്റും? അതിനകത്ത് പലഹാരം, പൂവ്, സ്വീറ്റ്സ് എല്ലാം വെച്ച് കൊടുക്കണ്ടേ? സ്വർണ്ണം അടക്കം. എന്താ നമുക്കും അങ്ങനെ കൊടുത്തുകൂടെ? അമ്മയുടെ കൂടെ പൂ കെട്ടുന്ന ചേച്ചിമാരില്ലേ, അവരെല്ലാരും കൂട്ടിയിട്ട് നമുക്ക് ഗംഭീരമായിട്ട് പോവായിരുന്നു. ശരത്തിന്റെ സംസാരം കേൾക്കുന്ന സമയത്ത് രേവതി ചോദിക്കുന്നുണ്ട്, നീ എന്താ വല്ല പകൽക്കിനാവും കാണുവാണോ? അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോരം പണം വേണമെന്നുള്ള കാര്യം നിനക്കറിയോ? അതൊക്കെ ഇവൻ എങ്ങനെ അറിയാനാണ്? അവൻ വായത്തൊന്നും ഓരോന്ന് പറയുക തന്നെ. എടാ, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇങ്ങനെ ആഡംബരം കാണിക്കുന്ന പണിയൊന്നും നമുക്ക് വേണ്ട. അതൊന്നും ഒട്ടും ശരിയാവില്ല. നമ്മളെ പോലത്തെ ആൾക്കാർ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുതെന്ന് പറയണേ. അപ്പോഴേക്ക് ശരത്ത് പറയുന്നുണ്ട്, വർഷേച്ചിയുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ചെയ്തില്ല, നമ്മളും അതുപോലെ ചെയ്താലല്ലേ നമുക്ക് മര്യാദ കിട്ടുള്ളൂ. ഇത് കേൾക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, നിനക്കൊന്ന് തന്നാലുണ്ടല്ലോ. അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നു. അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ കടം മേടിച്ചിട്ട് അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവസാനം നമ്മളാണ് പെടാൻ വേണ്ടി പോകുന്നത്. നമ്മൾ നമ്മുടെ വരുമാനത്തിനനുസരിച്ച് രീതി ചെയ്താൽ മതി. നമ്മളെപ്പോഴും നമ്മളായിട്ട് ഇരിക്കുന്നതാണ് നമുക്ക് നല്ലത്. അമ്മ അതൊക്കെ വിട്ടേക്ക്, അവൻ ചുമ്മാ എന്തൊക്കെയോ പറയുന്നതാണ്. നമ്മളും അതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 മാസത്തെ വരുമാനം ചേർത്ത് വെക്കേണ്ടി വരുന്ന ദേവു പറയണേ.
എന്നാൽ ശരത്ത് പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എൻ്റെ അടുത്ത് മുമ്പേ പറയുമായിരുന്നെങ്കിൽ ഞാനത് റെഡിയാക്കുമായിരുന്നു. എടാ, നീ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കില്ലേ, നിന്നെ കൊണ്ട് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് രേവതി ചോദിക്കുമ്പോൾ, അതാ ചേച്ചി ഞാൻ പറഞ്ഞില്ലേ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് പോകുന്നുണ്ടെന്ന്. അങ്ങനെ എന്ത് ജോലിക്കാണ് പോകുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഡാറ്റ എൻട്രി ജോലിയാണ്. എവിടെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് അറിയോ സ്ഥലങ്ങളെല്ലാം എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ. എവിടെയാന്നല്ല നിന്റെ അടുത്ത് പറയാൻ വേണ്ടി പറഞ്ഞത്, അങ്ങനെ ഒരു ഫൈനാൻസ് കമ്പനിയിലാണ് എന്ന് പറയാണേ. നിനക്കിപ്പോൾ എന്തിനാ ഇങ്ങനെ ഒരു ജോലിയുടെ ആവശ്യം? അല്ലടാ, നീ ഇപ്പോഴും ആ പലിശക്കാരൻ്റെ കൂടെ ചുറ്റിക്കറങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയാണേ. ചേച്ചി പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ ഇവനെ അവിടെ എവിടെയൊക്കെ വെച്ചിട്ട് കാണുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ശരത്തെ, നിനക്ക് ഇപ്പൊ പ്രധാനം പഠിപ്പാണ്, നന്നായിട്ട് പഠിക്കും, മനസ്സിലായോടെ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അപ്പം ചേച്ചി ഞാൻ നന്നായിട്ട് പഠിക്കുന്നൊക്കെയുണ്ട്, അതൊക്കെ ഇരിക്കട്ടെ, ചേച്ചി എന്റെ കൂടെ വാ എന്ന് പറയണേ. എന്നിട്ട് റൂമിൽ ചെന്നിട്ട് രേവതി അന്ന് പണയം വെച്ച ആ വളയുണ്ടല്ലോ അതെടുത്ത് കൊടുക്കാൻ കേട്ടോ. ഇത് ഞാൻ അടവിന് വെച്ചതല്ലേ? അതെ ചേച്ചി, അത് ഞാൻ വീട്ടിൽ. അപ്പൊ നിനക്ക് എന്തോരം കാശ് വരുന്നുണ്ട് കയ്യിൽ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് രേവതി. ചേച്ചി, ഞാൻ അധ്വാനിച്ച് മേടിക്കുന്ന എന്നുള്ള കാര്യം പറയുമ്പോൾ എനിക്കിതൊന്നും അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. ഇനിയെങ്കിലും നീ നേർവഴിക്ക് നടക്കണം ശരത്തെ. നമ്മളെ പോലത്തെ ആൾക്കാർക്ക് നേർവഴി മാത്രമേ രക്ഷയായിട്ട് വരുള്ളൂ. അതൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ചേച്ചി. ചേച്ചി വള പിടിച്ചോ എന്നുള്ള കാര്യം പറയുമ്പോൾ എനിക്കിത് വേണ്ട, ചേട്ടൻ പണവുമായിട്ട് വന്നതിന് ശേഷം ഞാനിത് മേടിച്ചോളാം, അതുവരെ ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയാണ് രേവതി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയും അതുപോലെ മീരയും കൂടി ചേർന്നിട്ട് താലത്തിൽ വെക്കേണ്ട സാധനവും ശ്രുതിക്ക് കൊടുക്കേണ്ട ബ്രേസ്ലെറ്റും എല്ലാം മേടിച്ചിട്ട് ആ മണി എന്ന് പറയുന്ന ആൾക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതൊക്കെ ആയിട്ടാണ് നാട്ടിലേക്ക് വരേണ്ടതെന്നും പിന്നെ വരേണ്ട സ്റ്റൈലിനെ കുറിച്ചും അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീട്ടിലാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതി ശ്രുതി വന്നില്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ. ഇല്ല അമ്മേ, ഞാൻ വിളിച്ചിട്ട് അവള് ഫോൺ എടുക്കുന്നില്ല. പാർലറിൽ വിളിച്ച സമയത്ത് അവൾ അവിടെ ഇല്ല എന്ന് പറയണേ. അയ്യോ, അവൾ എങ്ങോട്ട് പോയി, ഇനി വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോടാ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതൊന്നും ഇല്ല അമ്മേ. അയ്യോ, ഈ കുട്ടി എന്താ രണ്ടാമതും ഇങ്ങനെ പറയാണ്ടും തുറയാണ്ടൊക്കെ എവിടേക്കാ പോകുന്നതെന്നുള്ള കാര്യമൊക്കെ ചോദിച്ചാൽ ആകെ ടെൻഷനിലാണ് കേട്ടോ ചന്ദ്രമതി. അപ്പോഴേക്കും ആന്റി എന്ന് വിളിച്ചിട്ട് ശ്രുതി വരുന്നുണ്ട്. ശ്രുതി, നീ എവിടെ പോയതായിരുന്നു എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുന്ന സമയത്ത് അതൊരു ജോലി സംബന്ധമായിട്ട് ഞാൻ പുറത്ത് പോയതായിരുന്നു. നീ പാർലറില്ല എന്നുള്ള കാര്യം ഞാൻ പാർലറിൽ വിളിച്ചപ്പോൾ പറഞ്ഞല്ലോ എന്നുള്ള കാര്യം ശ്രുതി പറയുന്ന സമയത്ത് നീ എന്തിനാ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി പോയതെന്നുള്ള കാര്യം ചോദിക്കാണ് കേട്ടോ ശ്രുതി. അല്ല, ശ്രുതി ഫോൺ എടുത്തില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്ന് കരുതിയിട്ട് ഉടനെ തന്നെ കോൾ ചെയ്യണോ ശ്രുതി ചെയ്യേണ്ടത്? ഞാൻ ക്ലയന്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പാർലറിലുള്ള സ്റ്റാഫൊക്കെ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? എന്നെ കുറിച്ച് എന്തോ സംശയമുള്ളത് കൊണ്ടാണ് ശ്രുതി ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നത് എന്നുള്ള കാര്യം വിചാരിക്കില്ല. അങ്ങനെയൊന്നുമില്ല ശ്രുതി, നീ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ, എന്താ ലേറ്റ് ആയിട്ട് വരാത്തെന്നുള്ള കാര്യം വിചാരിച്ചിട്ട് വിളിച്ചതെന്ന് പറയുമ്പോൾ ഞാൻ തിരികെ വിളിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം ശ്രുതി. അപ്പോഴേക്കും ചന്ദ്രമതി ശ്രുതി ആകെപ്പെട്ട അവസ്ഥയിലാവാണല്ലോ, സപ്പോർട്ട് ചെയ്യുന്ന രീതി പറയുന്നുണ്ട്. ശ്രുതി, അത് വിട്ടേക്ക്, നിന്നോടുള്ള സ്നേഹത്തിന്റെ പേരിൽ അവൻ വിളിച്ചതാണ്. അവൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഞാൻ വീട്ടിന്റെ പുറത്ത് പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവൻ വിളിക്കും, അത്രേ ഉള്ളൂ. എടാ, ഇനി നീ അങ്ങനെ പാർലറിലേക്ക് വിളിക്കൊന്നും ചെയ്യരുത്. പിന്നെ അവിടെ ഇരിക്കുന്ന സ്റ്റാഫൊന്നും ശ്രുതിക്ക് മര്യാദ കൊടുക്കില്ല. അപ്പോഴേക്കും അമ്മയുടെ വാക്ക് കേട്ടിട്ട് ശ്രുതി പറയുന്നുണ്ട്, സോറി ശ്രുതി, ഇനി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നൊക്കെ. അതിരിക്കട്ടെ ശ്രുതി, നീ നിന്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചോ? അവര് വരുമോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ. ഇല്ല, അച്ഛന് വരാൻ വേണ്ടി പറ്റില്ല, സമ്മർ ആകുമ്പോഴേക്കും നോക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാൻ മാമന്റെ അടുത്ത് സംസാരിച്ചു, അവര് വരും എന്നുള്ള കാര്യം പറയണേ. ഓ ആണോ, സത്യമാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശ്രുതി അതേന്ന് പറയണേ. ഓ, മലേഷ്യയിൽ നിന്ന് നിന്റെ മാമ വരുവാണോ? അങ്കിളും കുറച്ച് ബിസിയാണ്, പക്ഷെ ഞാൻ പറഞ്ഞത് കൊണ്ട് വരാന്ന് പറഞ്ഞു എന്ന് പറയണേ. ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു എന്ന് പറയണേ. ഹാവു, എനിക്ക് ഇപ്പോഴേ സമാധാനമായത്. ശ്രുതി, നീ കേട്ടല്ലോ, നീ അവരുടെ മാമനെ പോയിട്ട് എയർപോർട്ടിൽ നിന്ന് കൂട്ടിയിട്ട് വരണം. ശ്രുതി, ഞാൻ പോയിട്ട് പിക്കപ്പ് ചെയ്യാന്നുള്ള കാര്യം പറയുമ്പോൾ വേണ്ട, മാമൻ സ്ട്രെയിറ്റ് നമ്മുടെ അച്ഛമ്മയുടെ വീട്ടിലേക്ക് വന്നോളൂ എന്നാ പറഞ്ഞത്. ഓ, അങ്ങോട്ട് വരാന്നാണോ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ, എന്റെ മാമൻ അങ്ങനെ ഗ്രാമമൊന്നും കണ്ടിട്ടില്ല, അവർക്കും അത് കാണാന്നുള്ള രീതിയിൽ അങ്ങോട്ട് വരാന്നാ പറഞ്ഞത്. ആ ശരി, എന്തായാലും മാമനെ നന്നായിട്ട് സ്വീകരിക്കണം എന്നുള്ള കാര്യം പറയണേ. എന്തായാലും മാമൻ വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. താലമൊക്കെ ആയിട്ടാ വരിക എന്നുള്ള കാര്യം പറയുമ്പോൾ ഓ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, അവരെ നന്നായിട്ട് സ്വീകരിക്കണം എന്നാ പറഞ്ഞത്. അതല്ല ആന്റി, അച്ഛൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മാമൻ ചെയ്യുന്നാണ് അച്ഛൻ പറഞ്ഞത്. അച്ഛൻ വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു. ഓ അങ്ങനെയാണോ, അവർക്ക് ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. എന്തായാലും അവർ വരുമല്ലോ, ഉറപ്പായിട്ടും വരും. നമ്മൾ നാട്ടിലെത്തിയതിന് ശേഷം ആ ലൊക്കേഷൻ അയച്ചു കൊടുത്താൽ മതി. നീ എനിക്ക് ഫോൺ നമ്പർ തന്നാൽ മതി, ഞാൻ അയച്ചു കൊടുത്തോളാം എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ നീ എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നാൽ മതി, ഞാനത് ഫോർവേഡ് ചെയ്ത് കൊടുത്തോളാം എന്ന് ശ്രുതി പറയാണ്. എന്തായാലും ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ആ സച്ചിയുടെ വായ അടച്ച പോലെയായി. ഇനി നമ്മൾ വിചാരിച്ചതെല്ലാം നടക്കാൻ പോവാണ്. അപ്പോഴേക്കും രവി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ചന്ദ്രേ, നീ നനച്ചത് എന്താ നടക്കാൻ വേണ്ടി പോകുന്നത്? ആ രവിയേട്ടൻ വാ വാ, എനിക്ക് ഭയങ്കര സന്തോഷാണ്. എന്തായാലും ഞാൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കാൻ പോവാണ്.
അതല്ലേ ചോദിക്കുന്നത്, എന്താ കാര്യം എന്ന് വെച്ചാ പറ. നീ നല്ലതാണോ വിചാരിച്ചത് അതോ ചീത്തതാണോ വിചാരിച്ചത് എന്നുള്ള കാര്യം ആർക്കാ അറിയുന്നത്? എല്ലാം നല്ല കാര്യം തന്നെയാണ്. മാമൻ വരുന്നുണ്ടെന്നുള്ള കാര്യം പറയുമ്പോ മാമനോ, ഏത് മാമൻ, നാട്ടിൽ നിന്ന് ആരാന്നൊക്കെ ചിന്തിക്കാനുണ്ടോ രവി? ആര്, നിന്റെ മാമനാണോ? അവർ കിടപ്പില്ലാന്നല്ലേ പറഞ്ഞത്, ഇപ്പൊ എന്താ എണീറ്റ് നടക്കാൻ തുടങ്ങിയോ? അയ്യോ രവിയേട്ട, ഞാൻ അവരെയാണോ പറഞ്ഞതെന്നുള്ള കാര്യം ചോദിക്കുമ്പോ നീയല്ലേ മാമെന്ന് പറഞ്ഞത്? ശ്രുതിയുടെ അങ്കിൾ എന്നുള്ള കാര്യം പറയുമ്പോ ശ്രുതിയുടെ അങ്കിള് ഞാനല്ലേ? നിങ്ങൾ ആ സച്ചിനെ പോലെ സംസാരിക്കല്ലേ. നിങ്ങള് അവളുടെ അമ്മായിയപ്പനാണ്, പക്ഷെ വരാൻ വേണ്ടി പോകുന്നത് ശ്രുതിയുടെ സ്വന്തം മാമനാണ്. അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട്, അങ്കിൾ എന്റെ മാമൻ നാട്ടിൽ നിന്ന് വരുന്നുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഏത് നാട്ടിൽ നിന്നുള്ള കാര്യം ചോദിക്കുകയാണെ, ഉള്ളൂരിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് അവരെന്താ രേവതിയുടെ മാമനാണോ? ശ്രുതിയുടെ മാമൻ മലേഷ്യ എന്നാണ് വരുന്നതെന്ന് ചന്ദ്രമതി പറയുകയാണെ. രേവതിയെ കുറിച്ചിട്ട് കുറ്റം പറഞ്ഞില്ലെങ്കിൽ നിനക്കൊരു സമാധാനം ഉണ്ടാവില്ല ചന്ദ്രേ. നിന്റെ അച്ഛനോടല്ലേ വരാൻ വേണ്ടി പറഞ്ഞെന്നുള്ള കാര്യം പറയുന്ന സമയത്ത് അത് ശ്രുതിയുടെ അച്ഛൻ എന്തോ ബിസിനസ് കാര്യത്തിന് വേണ്ടിയിട്ട് ലണ്ടനിൽ പോയിരിക്കുകയാണ്. അല്ല, ജർമ്മനി എന്നല്ലേ നീ പറഞ്ഞ ശ്രുതി എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോൾ അത് ജർമ്മനി എന്നായിരുന്നു, ഇപ്പൊ ലണ്ടനിലാണെന്ന് പറയണേ. അല്ല, നിന്റെ അച്ഛൻ എന്താ വരാത്തെന്നുള്ള കാര്യം രവി ചോദിക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയുടെ അടുത്ത്. അപ്പൊ ശ്രുതി ഒന്നും പറയുന്നില്ല. പക്ഷെ ചന്ദ്രമതി അവര് ജർമ്മനി ലണ്ടൻ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബിസിയാണ്. പിന്നെ എങ്ങനെ അവർ ഇങ്ങോട്ട് വരുന്നത്? അവർക്ക് ജോലി ഉണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ സ്വന്തം മകളേക്കാൾ വലുതാണോ ജോലി? അതിനല്ലേ ശ്രുതിയുടെ അങ്കിള് വരുന്നത്. അവരുടെ അച്ഛൻ എല്ലാ കാര്യങ്ങളും അങ്കിളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശ്രുതിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യാനൊക്കെയാണ് വരുന്നത്. അവര് വന്നിട്ട് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യും, വരുന്നത് കണ്ടോ? ഇപ്പൊ അതാണോ പ്രധാനം? എന്തായാലും അവരവരുടെ മകളെ കാണാൻ വേണ്ടി വരില്ലേ, അത് വലിയ സന്തോഷമുള്ള കാര്യമാണെന്ന് രവി പറയുന്നുണ്ട്. അവര് വരുന്നത് നിങ്ങളുടെ അമ്മയുടെ വീട്ടിലേക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അമ്മയെ വിളിച്ചിട്ട് ഏർപ്പാടുകളെല്ലാം ചെയ്യാൻ വേണ്ടി പറയണം. അവര് മലേഷ്യയിൽ നിന്ന് വരുന്നതല്ലേ, അവർക്ക് മര്യാദ കുറച്ചിലൊന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്ന് പറയുമ്പോൾ അവര് കേരളത്തിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ മര്യാദ കുറച്ചിലാവാൻ പറ്റുമോ? ഇതുപോലൊന്നും എന്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് നീ സംസാരിക്കാൻ നിൽക്കണം. ആര് എന്തൊക്കെ രീതിയിലാണ് സ്വീകരിക്കേണ്ടതെന്നുള്ള കാര്യം അമ്മയ്ക്കറിയാം. നീ മാറി നിൽക്കെന്ന് പറഞ്ഞിട്ട് രവി അവിടുന്ന് പോവാണേ. ഇയാളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ചന്ദ്രമതി പറയുകയാണേ. എന്തായാലും നിന്റെ മാമൻ വരില്ലേ, അതും ഞാൻ പറഞ്ഞിട്ട് നീ എന്റെ സംസാരം കേട്ടിട്ട് വരാൻ വേണ്ടി പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് സ്വീകരിക്കും, സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചന്ദ്രമതി അവിടെ നിന്ന് പോകുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് എല്ലാവരും കൂടി ചേർന്നിട്ട് വെളുപ്പിന് നാട്ടിലേക്ക് പോകാനുള്ള റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അശോകനെ വിളിച്ചിട്ട് നമ്മുടെ രവി പറയുന്നുണ്ട്, ഞങ്ങൾ ഇപ്പൊ നാട്ടിലേക്ക് പോവാണ്. വീട്ടിലെ എല്ലാവരും കൂടി ചേർന്നിട്ട് ആദ്യമായിട്ടാണല്ലോ ഇപ്പൊ നാട്ടിലേക്ക് പോകുന്നത്, അതുകൊണ്ട് ഒരുപാട് സന്തോഷം എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രമതി രവിയുടെ സംസാരം കേൾക്കുമ്പോ പിന്നെ പോകുന്നത് ദുബായിക്കല്ലേ, ഇത്ര സന്തോഷം എന്ന് പറയാൻ വേണ്ടിയിട്ട് അതൊരു പട്ടിക്കാടല്ലേ എന്നുള്ള കാര്യമൊക്കെ പിറുപിറുക്കുന്നുണ്ട്. അത് നമ്മുടെ സച്ചി കറക്റ്റ് കേൾക്കുന്നുണ്ട്. ഫോൺ വെച്ചതിന് ശേഷം രവി വരുന്ന സമയത്ത് അച്ഛ അടുത്ത പൊങ്കലിന് നമുക്ക് അമേരിക്കയ്ക്ക് പോകാം, അതെന്തിനാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നമ്മുടെ അമ്മയുടെ നാട് അവിടെയല്ലേ, കണ്ടില്ലേ ഇവൻ എന്നെ കളിയാക്കുന്ന എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് അച്ഛ നമ്മുടെ നാടിനെ കുറിച്ചിട്ട് അമ്മ പറഞ്ഞത് കേട്ടോ, 4 ഗ്രാമം അപ്പുറത്താണ് പിറന്നത്, പക്ഷെ എന്തോ അമേരിക്കയിൽ പിറന്ന പോലെയാണ് സംസാരം. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, സ്വന്തം നാടിനെ കുറിച്ചിട്ട് തെറ്റായിട്ട് പറയുന്നത് സ്വന്തം അച്ഛനും അമ്മയും തള്ളി പറയുന്നതിന് തുല്യമാണ്. പോകുന്ന സമയത്ത് വെറുതെ ഓരോന്ന് പറയാൻ നിൽക്കരുത്. അത് കഴിഞ്ഞ് ശ്രുതിക്കരികിലേക്ക് ചെന്നിട്ട്, ശ്രുതി നിന്റെ മാമൻ പുറപ്പെട്ടു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ അവരെപ്പോഴോ ബസ് കയറി എന്ന് പറയണേ. ബസ് കയറി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്താ പറഞ്ഞത്, മലേഷ്യയിൽ നിന്ന് ബസ്സിന്ന് വരുമോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുകയാണേ. അല്ല അച്ഛാ, അവിടെയും ടൗൺ ബസ് ആണോ ഉള്ളത്? അപ്പോഴേക്ക് ശ്രുതി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. അല്ല, എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റിലേക്ക് പോവാ ബസ്സിലല്ലേ, അത് പറഞ്ഞതാണ്. അവിടുന്ന് എത്ര നേരം ആവുമെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ ഈവനിങ്ങിനുള്ളിൽ വരും എന്ന് പറയണേ. ഓ ശരി ശരി. അങ്ങനെ എല്ലാവരും കൂടി ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും എല്ലാം എടുത്തില്ലേ, ഇനി അവിടെ ചെന്നിട്ട് അതെടുത്തില്ല ഇതെടുത്തില്ല എന്നുള്ള കാര്യം പറയരുതെന്ന് രവി പറയണേ. അച്ഛൻ ഞാനെല്ലാം എടുത്തിട്ടുണ്ട്, ആ പടിപ്പാളീൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇവര് നാട്ടിൽ വന്നിട്ടും ശ്രുതിയെ കുറിച്ചിട്ട് ഇങ്ങനെ തന്നെയാണോ സംസാരിക്കുക? ചേച്ചി ഇതിനേക്കാൾ നല്ല മോശമായിട്ടാ സംസാരിക്കുന്ന സച്ചി പറയണേ. കേട്ടില്ലേ അങ്കിൾ, എന്റെ മാമ വരുന്ന സമയത്തും ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രമതി ഇടയിൽ കൂടെ കയറി വരുന്നുണ്ട്. അയ്യോ ഇവന്റെ വായ ചുമ്മാ ഇരിക്കില്ലല്ലോ രവിയേട്ടാ, ശ്രുതിയുടെ മാമൻ വരുന്ന സമയത്ത് ഇവന്റെ അടുത്ത് ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന് പറ. എന്റെ വായ ഞാൻ സംസാരിക്കുന്ന സച്ചി പറയണേ. എടാ ഇവരെ കുറിച്ചിട്ട് നിന്റെ അടുത്ത് സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ, അവരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുടുംബത്തെ കുറിച്ചിട്ട് എന്താ വിചാരിക്കും? എന്റെ മര്യാദ പോകുന്ന രീതിയിൽ നീ സംസാരിക്കരുതെന്ന് പറയുമ്പോൾ അച്ഛന്റെ മര്യാദ പോകുന്ന രീതിയിലൊന്നും ഞാൻ ചെയ്യില്ല, ഞാൻ സംസാരിക്കില്ല അച്ഛ, അച്ഛൻ വാ എന്ന് പറയണേ. അങ്ങനെ പോകുന്ന സമയത്ത് ശ്രുതി വാ നമുക്ക് ഈ കാറിൽ കയറാ എന്ന് പറയണേ. ഏയ് ഞാനില്ല, രേവതി ചേച്ചിന്റെ ഹസ്ബൻഡ് ഓരോന്ന് പറയും, പിന്നെ പാതി വഴിയിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോരെന്ന് പറയാണ്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിന്റെ അടുത്ത് ആരാ വരാൻ വേണ്ടി പറഞ്ഞതെന്നുള്ള കാര്യം. അപ്പോഴേക്കും ചന്ദ്രമതി കേട്ടില്ലേ അവൻ പറയുന്നെന്നുള്ള കാര്യം പറയണേ. അവന്റെ അടുത്ത് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എനിക്ക് നിന്റെ അടുത്തും പറയാനുള്ളത്. ആൾക്കാർ വരുന്ന സമയത്ത് രേവതിയെ കുറ്റം പറഞ്ഞും തരം തരത്തി സംസാരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് സ്റ്റോപ്പ് ചെയ്തേക്ക്. നീ ഇങ്ങനെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അമ്മയുടെ അടുത്ത് അതൊന്നും നടക്കില്ലെന്ന് നിനക്കറിയാലോ, നീ വെറുതെ മേടിക്കേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് സൂക്ഷിച്ച് സംസാരിക്കുക. അത് കഴിഞ്ഞിട്ട് ശ്രുതിയെ വിളിക്കാനുണ്ട് ചന്ദ്രമതി. അയ്യോ ആന്റി, ഞാൻ ശ്രുതിയുടെ കൂടെയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ മഹേഷിന്റെ വണ്ടിയിൽ ശ്രുതിയും ശ്രീകാന്തും വർഷയും പോവാണ്. സച്ചിയുടെ വണ്ടിയിൽ രേവതിയും ചന്ദ്രമതിയും രവിയും കൂടി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ
രേവതിയുടെ അടുത്ത് മുമ്പിലിരിക്കാൻ വേണ്ടി പറയാണ്. അത് കഴിഞ്ഞിട്ട് കയറി ചന്ദ്ര എന്ന് പറഞ്ഞിട്ട് കയറ്റുവാണ് കേട്ടോ വണ്ടിയിൽ. രവി അങ്ങനെ പോകുന്ന വഴിയെ വെച്ചിട്ട് ഇങ്ങനെ പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് രേവതിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല രസമുണ്ടല്ലേ അതിങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് കുറച്ചു നേരം വായ അടച്ചിരിക്കാൻ പറ, ഇതൊന്നും മനുഷ്യന്മാർ കാണാത്ത പോലെ എന്നുള്ള കാര്യം പറയുകയാണേ. അപ്പോഴേക്ക് രവി പച്ചപ്പും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരാ ചന്ദ്രയെ ആസ്വദിക്കാത്തെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ചന്ദ്രമതി ഇഷ്ടമില്ലാണ്ടാണല്ലോ സച്ചിയുടെ കാറിൽ പോകുന്നത്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് അവിടെ നാട്ടിലെത്തുവാണ് കേട്ടോ. എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നത് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ അച്ഛമ്മ. പക്ഷേ ഓരോരുത്തരും ഓരോരോ പേയേഴ്സ് ആയിട്ടാണ് വരുന്നത്. ആദ്യം ചന്ദ്രമതിയും അതുപോലെ തന്നെ രവിയും കൂടി ചെല്ലുന്നുണ്ട്. അതിൻ്റെ പുറകെ ശ്രുതിയും വലിയ താല്പര്യമൊന്നുമില്ലാത്ത പോലെ. അതിൻ്റെ പുറകെ ശ്രീകാന്തും വർഷയും, പിന്നെ ഏറ്റവും ലാസ്റ്റ് വെട്ടിയും ലഗേജൊക്കെ ആയിട്ട് നമ്മുടെ സച്ചിയും അതുപോലെ രേവതിയും കൂടി വരുന്നുണ്ട്. അങ്ങനെ അരികിലേക്ക് ചെല്ലുന്ന സമയത്ത് അച്ഛമ്മ ചോദിക്കുന്നുണ്ട് രവിയുടെ അടുത്ത്, എടാ നീ മരുന്നൊക്കെ നന്നായിട്ട് കഴിക്കുന്നില്ലേ എന്നുള്ള കാര്യം. അതേ അമ്മേ, എല്ലാം കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട്. അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാവരും കൂട്ടി വന്നിട്ടുണ്ടെന്ന് പറയാണേ. അങ്ങനെ ചന്ദ്രേ, എന്തായാലും ഞാൻ വിളിച്ചപ്പോൾ നീ വന്നല്ലോ എന്നുള്ള കാര്യം പറയാണേ. അമ്മ വിളിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയാ വരാണ്ടിരിക്കുക എന്നുള്ള കാര്യം ചോദിക്കണം. അപ്പോഴേക്ക് സച്ചി ഓടി വന്നിട്ട് അച്ഛമ്മേ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ എടുത്ത് പൊക്കലാണേ. അങ്ങനെ അച്ഛമ്മ എടുത്ത് പൊക്കുന്ന സമയത്ത് എടാ വെക്കട താഴെ, അച്ഛമ്മ വീണോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. താഴെ വെച്ചതിന് ശേഷം അച്ഛമ്മ പറയുന്നുണ്ട്, എടാ നിനക്കിപ്പോൾ നിന്റെ ഭാര്യയല്ലേ എടുത്ത് പൊക്കാൻ വേണ്ടിയിട്ട്. അയ്യോ അച്ഛമ്മ, അവളെടുത്ത് പൊക്കി കഴിഞ്ഞാൽ എൻ്റെ നടു ഒളുക്കും. കണ്ടില്ല അച്ഛമ്മ അവർ പറഞ്ഞ് കളിയാക്കുന്നത്. എന്തായാലും എല്ലാവരുടെയും പേര് വിളിച്ചിട്ട് പറയുന്നുണ്ട്, എൻ്റെ വാക്ക് കേട്ടിട്ട് എല്ലാവരും വന്നല്ലോ, ഒരുപാട് സന്തോഷം എന്നുള്ള കാര്യം. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛമ്മേ, ഞങ്ങളോടുള്ള ദേഷ്യം ഇപ്പോഴെങ്കിലും മാറിയോ എന്നുള്ള കാര്യം. ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ, പോകുന്നതിന് മുമ്പ് എൻ്റെ ദേഷ്യം മാറ്റേണ്ടത് നിങ്ങളുടെ ചുമതലയാണെന്ന് പറയുകയാണേ. അങ്ങനെ അവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. സച്ചിയുടെ അടുത്തും രേവതിയുടെ അടുത്തും വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ്, അല്ല സച്ചി, നിന്റെ ഭാര്യയുടെ വയറ് വീർത്തിട്ടുണ്ടാവും എന്നുള്ള കാര്യം വിചാരിച്ചപ്പോൾ നീ വയറൊട്ടിയ പോലെയാണല്ലോ ഇപ്പോൾ കാര്യങ്ങളൊക്കെ എന്നുള്ള കാര്യം പറയുകയാണേ. അങ്ങനെയൊന്നുമില്ലല്ലോ, അവൾ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടല്ലോ, കൊഴുകൊഴാന്നാണല്ലോ ഇരിക്കുന്നത്. എടാ അതല്ലടാ പറഞ്ഞത്, വിശേഷമൊന്നും ഇല്ലേ എന്നുള്ള കാര്യമാണ് അവർ ചോദിച്ചത്. ഞങ്ങളൊക്കെ വന്നില്ലേ, അത് തന്നെ നല്ലൊരു വിശേഷമല്ലേ എന്നുള്ള കാര്യം സച്ചി പറയണേ. ഇപ്പോഴും ഇവന് വിവരം വെച്ചിട്ടില്ല. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവൻ എങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്? അതൊക്കെ സമയമാവുന്ന സമയത്ത് നടന്നോളും. രേവതി ഇല്ലേ നല്ല രാജാത്തിയെ പോലെ. രേവതി സച്ചിക്ക് ഒത്ത പെണ്ണാണ്, അവൻ ഭാഗ്യവാൻ എന്നൊക്കെ പറയാണ്. അങ്ങനെ രേവതിയെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പോഴേക്ക് ശ്രുതി നൈസായിട്ട് ചന്ദ്രമതിക്ക് അരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, ഇവിടെ രേവതി നല്ല പോപ്പുലർ ആണല്ലോ ആന്റി എന്നുള്ള കാര്യം. ഇത് ഇവിടെയുള്ള ലോക്കൽസ് അല്ലേ, ഈ ലോക്കൽസുമായിട്ടാണല്ലോ ഇവർക്ക് നല്ല ടച്ച്, അതുകൊണ്ടാണ് അവര് ആ സ്നേഹം കാണിക്കുന്നതെന്ന് പറയാണ്. അങ്ങനെ വന്നവർക്ക് എല്ലാവരും പരിചയപ്പെടുത്തി കൊടുക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ജോലി നോക്കി പോവാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും ഉള്ളിൽ കയറി ഇങ്ങനെ ഇരിക്കാനുള്ള സമയത്ത് ശ്രീകാന്തിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇപ്പോഴാണ് നിന്നെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് കൈക്കുഴഞ്ഞായിട്ട് കൊണ്ടു നടന്ന കാര്യങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്നാൽ നീയാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ച് ഇപ്പൊ വലിയ ആളായി. സൂര്യൻ ഉദിക്കുന്ന സമയത്താണ് നീ പറഞ്ഞത്, അതുകൊണ്ടാണ് ശ്രീകാന്ത് എന്നുള്ള പേര് നിനക്ക് വെച്ചത്. അപ്പൊ എനിക്ക് എങ്ങനെ സച്ചി എന്നുള്ള പേര് വെച്ചെന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് അത് നിന്റെ അച്ഛനാണോ വെച്ചതെന്ന് പറയാണ്. അല്ല, ഇവനാരെ സുധി എന്ന് പേര് വെച്ചത്, അത് നമ്മുടെ നാട്ടിലെ പേര് പോലെ തോന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് നിന്റെ അമ്മയാണ് വെച്ചത്. അതുകൊണ്ടല്ലേ അവൻ അങ്ങനെ ആയി പോയതെന്ന് സച്ചി കളിയാക്കുന്ന രീതി പറയുന്നുണ്ടേ. തുടർന്ന് വർഷയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നാടൊക്കെ ഇഷ്ടമായോ എന്നുള്ള കാര്യം കേട്ടോ. ഇഷ്ടമായി, പക്ഷേ കുറച്ച് ചൂട് കൂടുതലാന്നുള്ള കാര്യം പറയുമ്പോൾ അത് പകൽ അങ്ങനെയാണ്, പക്ഷെ രാത്രി നല്ല തണുപ്പായിരിക്കും എന്ന് പറയണേ. ഓക്കെ അച്ഛമ്മ, ഞങ്ങൾ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. ശ്രുതി നീ പോയിട്ട് ബാഗൊക്കെ എടുത്തിട്ട് വാ എന്ന് പറയണേ. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, കേട്ടില്ലേ അച്ഛമ്മേ? വന്ന ഉടനെ തന്നെ അച്ഛമ്മയുടെ വിശേഷം കാര്യങ്ങളൊന്നും ചോദിക്കാതെ അവൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, നിങ്ങൾ അവന്റെ കാര്യം വിട്ടേക്ക്, ശ്രുതി നീ ബാഗ് എടുത്ത് ഉള്ളു പോ. അത് കഴിഞ്ഞിട്ട് വേറെ രൂപം കാണിച്ചിട്ട് ശ്രീകാന്തിന്റെ അടുത്തും അതുപോലെ വർഷയുടെ അടുത്തും പൊക്കോളാൻ പറയാണ്. അല്ല നീ എന്താ പാർട്ടീഷനൊക്കെ ചെയ്യണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അല്ല അമ്മേ, അവർക്ക് സ്ഥലമൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താണ്, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി മറ്റേ റൂമിലേക്ക് വിടുകയാണ് കേട്ടോ. അങ്ങനെ ഓരോരുത്തരുടെ റൂമിലേക്ക് പോവാണ്. നമ്മുടെ സച്ചിയും അതുപോലെ രവിയും അച്ഛമ്മയും കൂടി സംസാരിക്കുന്നുണ്ട് ഓരോരോ കാര്യങ്ങളെ കുറിച്ച് കേട്ടോ. അങ്ങനെ രവി അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന്. അപ്പോഴേക്കും ചന്ദ്രമതി ചാടി വീഴാണ്. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യം. എൻ്റെ നാടല്ലേ, അവിടെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട് വരാം, അത് നിങ്ങൾ എങ്ങോട്ടും പോകേണ്ട രവിയേട്ട എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, അല്ല അവർ പോകുന്നതും വരുന്നതും നിന്റെ അടുത്ത് പറഞ്ഞിട്ട് വേണോ ചെയ്യാൻ വേണ്ടിയിട്ട്? അതല്ല അമ്മേ, മലേഷ്യയിൽ നിന്നിട്ട് ശ്രുതിയുടെ അങ്കിള് വരുന്നുണ്ട്, അവരെ എപ്പോഴാ വരിക എന്നുള്ള കാര്യം അറിയില്ല. അവർ വരുന്ന സമയത്ത് ഇവരിവിടെ വേണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. വന്നത് മുതൽ വാനത്തുനിന്ന് കുതിച്ചു വരുന്ന പോലെ മാമൻ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, പക്ഷെ ഇതുവരെ ആരും വന്ന് കണ്ടില്ലല്ലോ. തുടർന്ന് ശ്രുതിയെ വിളിക്കാനുണ്ട് നമ്മുടെ രവി. എന്നിട്ട് എപ്പോഴാണ് നിന്റെ മാമൻ വരിക എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് കറക്റ്റ് ടൈം അറിയില്ല, ഒരുപക്ഷെ ഇന്ന് ഈവനിങ് അല്ലെങ്കിൽ നാളെ രാവിലെ വരുമെന്ന് പറയണേ. അല്ല എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ, എന്തായാലും നിങ്ങൾ എവിടെയും പോകണ്ട, അവരുടെ വരുന്ന സമയത്ത് ഇവിടെ എല്ലാവരും വേണ്ടെന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അപ്പോഴേക്കും അച്ഛമ്മയും പറയുന്നുണ്ട്, ചന്ദ്രമതി പറയുന്നത് ശരി തന്നെയാണ്, നീ എന്തായാലും ഇങ്ങോട്ട് പോകണ്ട എന്ന്. അപ്പോൾ അച്ഛമ്മേ, ഞാനിവിടെ വേണ്ടല്ലോ, ഞാൻ എന്തായാലും മഹേഷിനെ കൂട്ടിയിട്ട് പുറത്ത് പോയിട്ട് എല്ലാവരും കണ്ടിട്ട് വരാം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നിന്നോടാരും നിൽക്കാൻ പറയും, നീ പോടാ എന്ന് പറയുകയാണേ ചന്ദ്രമതി. നിങ്ങളുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇരിക്കണം എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവണം, ഞാൻ പോയിട്ട് വേഗം വരാമെന്ന് പറയണേ.
രേവതി ഞാൻ പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ അയ്യോ സച്ചിട്ട് ഞാൻ എന്താ ചായക്ക് വെച്ചിട്ടുണ്ട് കുടിച്ചിട്ട് പോകുന്ന പറയുമ്പോൾ അതൊന്നും വേണം ഞാൻ പുറത്തുനിന്ന് കുടിച്ചോളാം പറഞ്ഞിട്ട് പോവാണ്. അത് കഴിഞ്ഞ് ചന്ദ്രമതി രേവതി ഇങ്ങോട്ട് വാ എല്ലാവർക്കും നീ ടീ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ശ്രുതി വാ എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. എന്താ രവി ഇത് വന്ന ഉടനെ തന്നെ നിന്റെ ഭാര്യ രേവതിയെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു, എന്താ മറ്റു പെൺകുട്ടികളുടെ അടുത്ത് പറയില്ല എന്നുള്ള കാര്യം ചോദിക്കും. പണക്കാര വീട്ടിലെ മരുമക്കളായില്ലേ അവരുടെ അടുത്ത് എങ്ങനെ പറയും? അവിടെയും ഇങ്ങനെ തന്നെയാണ്, പാവം രേവതിയാണ് എല്ലാ ജോലിയും ചെയ്യുന്നത്. ഓ അങ്ങനെ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കാനുണ്ട് അച്ഛൻ. തുടർന്ന് ചായ കൊടുക്കാനുണ്ട് നമ്മുടെ ശ്രുതിക്കും അതുപോലെ ചന്ദ്രമതിക്കും. ആ സമയത്ത് ചായ കുടിക്കോ കാപ്പി കുടിക്കോ മാമൻ വരുന്ന തിരക്കാണല്ലോ. അവരിറച്ചിയാണോ മീനാണോ കഴിക്കാന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ ആ ആളിപ്പോൾ എന്താ കഴിക്കാന്നുള്ള കാര്യം എനിക്കറിയില്ലല്ലോ. എന്തായാലും നോൺ വെജ് നന്നായിട്ട് കഴിക്കുന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ എന്തായാലും എല്ലാം റെഡിയാക്കാം, ആട് കോഴി എല്ലാം കാട് എല്ലാം റെഡിയാക്കി വെക്കാന്ന് പറയണേ. ഇത്രയും ചെയ്യണോ എന്നുള്ള കാര്യം അച്ഛമ്മ ചോദിക്കുന്ന സമയത്ത് അതൊക്കെ രേവതി നന്നായിട്ട് ചെയ്തോളൂന്ന് ചന്ദ്രമതി പറയുന്നുണ്ട്. ഓ അവള് ചെയ്തോളൂ അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ അതേന്ന് ചന്ദ്രമതി പറയണേ. പിന്നെ നിന്റെ ആ മാമൻ വരുമ്പോഴേക്കെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ആന്റി ആദ്യം മാമ വന്നോട്ടെ അത് കഴിഞ്ഞിട്ടല്ലേ എന്ന് പറയുമ്പോൾ ആ ശരി ശരി എന്തായാലും നീ വാ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. ഇതൊന്നും കണ്ടിട്ട് നമ്മുടെ അച്ഛമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ പുറത്താണെന്നുണ്ടെങ്കിൽ വർഷയുണ്ട്. ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് ഇവിടെ റേഞ്ച് കിട്ടില്ല, നമുക്ക് വേണമെങ്കിൽ കുറച്ച് അപ്പുറത്ത് പോയിട്ട് തെങ്ങുന്തോപ്പൊക്കെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴേക്കും രേവതി ഇങ്ങോട്ട് വാ, ഞങ്ങൾ വരുമ്പോഴേക്കും ഭക്ഷണമൊക്കെ റെഡിയാക്കി വെക്കണം. ശ്രുതിയുടെ മാമ വന്നു കഴിഞ്ഞാൽ വെൽക്കം ഡ്രിങ്ക് കൊടുക്കണം, ഇളനീരൊക്കെ റെഡിയാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞിട്ട് കയറി പോവാണ് കേട്ടോ. ആ സമയത്ത് അച്ഛമ്മ അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട്. അച്ഛമ്മയ്ക്ക് ചായ എന്തെങ്കിലും വേണമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വേണ്ട. പിന്നെ അച്ഛമ്മ എന്താ അവിടെ നിൽക്കുന്നത്? അല്ല സച്ചിയെയും മഹേഷിനെയും ഞാൻ പച്ചക്കറിയൊക്കെ മേടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ടുണ്ട്, വരട്ടെ നോക്കാം, നീ എന്തായാലും ചെല്ല്. അങ്ങനെ പച്ചക്കറികളൊക്കെ എത്തിയിട്ടോ. ആ സമയത്ത് ചന്ദ്രയെ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്താ അമ്മേ? കണ്ടല്ലോ പച്ചക്കറി എല്ലാം വന്നു. അങ്ങനെ പച്ചക്കറി കാണുമ്പോഴേക്കും ഓരോരുത്തർക്ക് എന്തൊക്കെയാ ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുകയാണേ. എന്തായാലും പെട്ടെന്ന് തന്നെ അമ്മ എല്ലാം റെഡിയാക്കാൻ വേണ്ടി പറ. ശ്രുതിയുടെ മാമന് എന്തൊക്കെയാ ഇഷ്ടപ്പെടാന്നുള്ള കാര്യം അറിയില്ലല്ലോ. അവർ വരുന്ന സമയത്ത് എല്ലാം റെഡി ആയിരിക്കണം. അങ്ങനെ രേവതി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ രേവതിയെ വിളിക്കുന്ന സമയത്ത് രേവതി കരിമ്പ് എടുത്തിട്ട് വരുവാണ് കേട്ടോ. അല്ല നിന്നെ ഞാൻ വിളിച്ചോണ്ടിരിക്കുക, ആ സമയത്ത് നീ എന്താ കരിമ്പ് എടുത്തോണ്ട് വരികയാണോ? എന്താ കരിമ്പ് കണ്ട ഉടനെ തന്നെ നിന്റെ അച്ഛൻ ചെയ്യുന്ന ജോലി നിനക്ക് ഓർമ്മ വന്നോ? അത് നിന്റെ കുടുംബത്തൊഴിലല്ലേ, കരിമ്പ് ജ്യൂസ് വിറ്റവരല്ലേ നിന്റെ അച്ഛൻ? അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട് അല്ല പൊങ്കലാവുന്ന സമയത്ത് എല്ലാവരുടെ വീട്ടിലും ചന്ദ്ര കരിമ്പുണ്ടാക്കും, അതിന് രാവിലെ തന്നെ നീ എന്തിനാ വെറുതെ കോർക്കാൻ നിൽക്കുന്നത്? അയ്യോ അമ്മേ ഞാനങ്ങനെ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പോ പലചരക്ക് വിൽക്കുന്നവരെ പലചരക്ക് കടക്കാരെന്ന് പറയും, പാല് വിൽക്കുന്നവരെ പാൽക്കാരെന്ന് പറയും, അതുപോലെ ഞാൻ സാധാരണയായിട്ട് പറഞ്ഞതാണ്. നീ ഏത് നേരത്ത് പറയുന്ന എനിക്കറിയില്ലേ. ഇത് നോക്ക് ചന്ദ്രേ, പൊങ്കല് കഴിയുന്നത് വരെ വീട്ടിലെല്ലാവരും സന്തോഷമായിട്ടിരിക്കണം, അതിനാണ് എല്ലാവരും ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത്. നീ വായ തോന്നുന്നു പറഞ്ഞിട്ട് സന്തോഷം കെടുത്താൻ നിൽക്കരുത്. അയ്യോ അമ്മേ ഞാനെന്തിനാ അതൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത്? രേവതി നീ പോയിട്ട് ജോലി നോക്ക്, സാമ്പാറിന് പച്ചക്കറികളെല്ലാം അരിഞ്ഞു വെക്ക്, അങ്ങനെ പച്ചരി കിച്ചടി അത് വെക്കി ഇത് വെക്കി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. രസം മോര് പപ്പടം എല്ലാം ചെയ്യും കേട്ടോ. അത് സംസാരിക്കുന്ന രീതി കാണുന്ന സമയത്ത് ചന്ദ്ര ഇതെന്താ ഹോട്ടലിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന പോലെ പറയുന്നത്, ഇതൊക്കെ എന്തിനാ അവള് ചെയ്യുന്നത്? അയ്യോ അമ്മേ അവളാണ് എപ്പോഴും ചെയ്യുക, ഞങ്ങളുടെ വീട്ടില് അവളാണല്ലോ ഉണ്ടാക്കുക, അവളെന്താ നിന്റെ വീട്ടിലെ വേലക്കാരിയാണോന്ന് ചോദിക്കുകയാണേ. അയ്യോ അമ്മേ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, അവൾക്ക് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം, അവളും എന്റെ മരുമകളല്ലേ, ഞാൻ പറയുന്നത് അവള് ചെയ്യുന്നു, അതിലെന്താ അമ്മേ ഉള്ളത്? ഓ അപ്പൊ നീ പറഞ്ഞു വെച്ച് നോക്കുന്ന സമയത്ത് വീട്ടിലേക്ക് കയറി വരുന്ന മരുമക്കൾ വേണം ഭക്ഷണം ഉണ്ടാക്കാൻ, അങ്ങനെയല്ലേ? ശരി നിന്റെ ഇഷ്ടപ്രകാരം തന്നെ നടക്കട്ടെ. രേവതി നിന്റെ മരുമകളാണ്, നിന്റെ വീട്ടിൽ നീ അവളെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിപ്പിക്കുന്നു, എന്നാ ഇത് എന്റെ വീടാണ്, ഇവിടെ നീയല്ലേ എന്റെ മരുമകള്, അപ്പോ നീ തന്നെ ഉണ്ടാക്കണം. ആ സമയത്ത് നമ്മുടെ ചന്ദ്രമതിയുടെ മുഖം ഒന്ന് കാണേണ്ടത് തന്നെയാട്ടോ. ഞാനോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതിന് നീ എന്തിനാ വാ പൊളിക്കുന്നത്? പൊങ്കല് കഴിയുന്നത് വരെ ഭക്ഷണം ഉണ്ടാക്കുന്നതെല്ലാം നിന്റെ കടമയാണ്, നീ തന്നെ എല്ലാവർക്കും ഉണ്ടാക്കണം. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട് കുഴപ്പമില്ല അച്ഛമ്മേ ഞാൻ തന്നെ എല്ലാം ചെയ്തോളാം എന്നുള്ള കാര്യം നീ മിണ്ടാതിരിക്കേ. ചന്ദ്ര ഇപ്പൊ നീ പറഞ്ഞില്ലേ സാമ്പാറ് അവിയല് മോര് തൈര് ഓലൻ അത് ഇതെന്നൊക്കെ, അതൊക്കെ നീ തന്നെ അങ്ങ് ഉണ്ടാക്ക്. അപ്പോഴേക്കും ചന്ദ്രമതി അയ്യോ അമ്മേ ഞാനെങ്ങനെ തനിയെ ഇതെല്ലാം എന്നുള്ള കാര്യം പറയാണേ. തനിയെ നീ എന്തിനാ ചെയ്യുന്നത്? അതിന് നിനക്ക് 2 മരുമക്കളില്ലേ, ഇനിയും അവരെ തന്നെ വിളിച്ചോളൂ. അയ്യോ അമ്മേ അവര് രേവതിയെ പോലെ ഒന്നല്ല, വലിയ ഇടത്തിലെ പെണ്ണുങ്ങളാണ്. വലിയ ഇടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ ഒരു 2 ഏക്കറൊക്കെ ഉണ്ടാവുമെന്ന് ചോദിക്കണം അച്ഛമ്മ. എന്താടി അവർക്ക് കൊമ്പ് മുളച്ചിട്ടുണ്ടോ? ഈ വീട്ടില് എല്ലാവരും ഈക്വലാണ്, വിളിക്കാൻ പറയാണ് കേട്ടോ. വിളിക്കാനല്ലേ പറഞ്ഞത്? അങ്ങനെ 2 പേരെയും വിളിക്കാൻ കേട്ടോ. ചന്ദ്രപതി ആകെ പെട്ട അവസ്ഥയിലാവുകയാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. എപ്പിസോഡിന്റെ റിവ്യൂ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്